ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ 4 റൈസ് റെസിപ്പീസ് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തേത് ബീട്രൂട്ട് റൈസ് ആണ്, രണ്ടാമത്തേത് ഒരു ഇൻസ്റ്റൻറ്റ് ബിരിയാണി റൈസ് ആണ്, മൂന്നാമത്തേത് ക്യാപ്സിക്കം റൈസ്, നാലാമതായിട്ട് ചെമ്മീൻ റൈസ് ആണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കേക്ക് കൊടുത്തുവിടാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും വെറൈറ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പീസ് ആണ്. അപ്പോൾ ആദ്യത്തേത് ബീട്രൂട്ട് റൈസ് ആണ്. അപ്പോൾ ഒരു ബീട്രൂട്ടിന്റെ പകുതി തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഫ്ലെയിമിലേക്ക് വെക്കാം. ബീട്രൂട്ട് മാത്രമായിട്ടാണ് നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. നല്ലപോലെ തിളച്ച് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇതായിപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ബീട്രൂട്ടിന്റെ പീസസ് മാത്രമായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വെച്ചത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിലേക്ക് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പകുതി സവാള ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിന് കൂടെ തന്നെ ഇതിനാവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ച റൈസാണ്. ഏകദേശം 5 കപ്പോളം റൈസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് മിക്സിലേക്ക് നമുക്ക് ഈ റൈസ് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുട്ടികളെ വിടുന്ന സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റഷ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ രാവിലെ റൈസ് വേവിക്കാൻ സമയമില്ലെങ്കിൽ തലേ ദിവസം റൈസ് വേവിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ബീട്രൂട്ടും വേവിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് റൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഒന്നും കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്ര അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ബീട്രൂട്ട് റൈസിന്. ഈ റൈസിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇതേപോലെ ലഞ്ച് ബോക്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഈ റൈസിനൊപ്പം ഞാൻ കുറച്ച് കേർഡാണ് വെച്ച് കൊടുക്കുന്നത്. കേർഡിൽ കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എല്ലാ റൈസ് റെസിപ്പിയിൽ നിന്നും ആൻലിയുടെ ഫേവറേറ്റ് റൈസ് റെസിപ്പി എന്ന് പറയുന്നത് ഈ ബീട്രൂട്ട് ഫ്രൈഡ് റൈസ് ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ആപ്പിൾ സ്ലൈസസും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈസ് കഴിക്കാനായിട്ട് ഞാനൊരു സ്പൂണും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് റൈസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ബിരിയാണിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഫ്ലെയിമിലേക്ക് സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഒടിച്ചതും 3 കറയാമ്പും 1 ഏലക്കയും ഒരു ചെറിയ പീസ് ബേ ലീഫ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി റെസിപ്പിയാണ് ആക്ച്വലി. ഞാനിതിലേക്ക് ഫ്രൈഡ് സവാളയോ അതുപോലെ തന്നെ കശുവണ്ടി, മുന്തിരി ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മുടെ സവാളയ്ക്ക് നല്ലപോലെ ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. വേറെ മസാലാസ് ഒന്നും തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണി മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 3.5 കപ്പ് റൈസ് ഉണ്ട്. അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. റൈസ് വേവിച്ചിരിക്കുന്നത് വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് അരിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്താണ് വേവിച്ച് ഊറ്റിയെടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതായിപ്പോൾ നമ്മുടെ റൈസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഫ്ലെയിമിൽ നിന്ന് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടായിരിക്കും റൈസിന്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ലഞ്ച് ബോക്സിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. തട്ടിക്കൂട്ട് റൈസ് ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ബിരിയാണി റൈസിനും. ഇതിൻ്റെ ഒപ്പം നമ്മൾ ചിക്കൻ കറിയാണ് വെച്ച് കൊടുക്കുന്നത്. കൂടെ തന്നെ മധുരത്തിനായിട്ട് ഞാൻ ഡാർക്ക് ഫാൻറ്റസിയുടെ 2 ബിസ്ക്കറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കവർ ചെയ്യാം.
അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ക്യാപ്സിക്കം റൈസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമാണ് ഞാൻ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്യാപ്സിക്കം പകുതി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 4.5 കപ്പ് വേവിച്ച റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ക്യാപ്സിക്കം മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ 4 റൈസ് റെസിപ്പികളും എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ക്യാപ്സിക്കം റൈസ്. ഈ ക്യാപ്സിക്കം ഫ്രൈഡ് റൈസും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അതായത് ഇപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവെന്ന് തോന്നിയാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് തുറന്നെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കറിയായിട്ട് ചിക്കൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കറി വെച്ചതാണ്. അതുകൂടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ കറിക്ക് പകരമായിട്ട് തിക്കായിട്ടുള്ള കേർഡൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മുട്ട പുഴുങ്ങിയതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ബോക്സ്. ഇത് കഴിക്കാനായിട്ട് ഞാനൊരു സ്പൂണും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല സിമ്പിളും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഈ ക്യാപ്സിക്കം ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമ്മുടെ 4ാമത്തെ റെസിപ്പിയായ ചെമ്മീൻ റൈസ് റെഡിയാക്കാനായിട്ട് ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റി ചേർക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കിലോ ചെമ്മീൻ ഉണ്ട്, കഴുകി ക്ലീൻ ചെയ്ത് എടുത്തതാണ്. അത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതായിപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ പീസസ് ഞാൻ എടുത്ത് മാറ്റണേണ്. റൈസുമായിട്ട് മിക്സ് ചെയ്യാതെ മോൾക്ക് സെപ്പറേറ്റ് കുറച്ച് ചെമ്മീൻ പീസസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ മാറ്റിയത്. ഇനി നമുക്ക് റൈസ് ഫുള്ളായിട്ട് ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 കപ്പ് വേവിച്ച റൈസാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സാധാ ചോറും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ലഞ്ച് ബോക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയായിട്ട് നമ്മൾ നേരത്തെ എടുത്ത കുറച്ച് ചെമ്മീൻ പീസസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ആപ്പിൾ സ്ലൈസസും നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റൈസ് ഉള്ള ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 വെറൈറ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പീസാണ് കാണിച്ചത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ, എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പീസാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.